ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. തിരിച്ചു വരണമെന്ന് ഇന്ത്യ കൊതിക്കുന്ന 5 ബൈക്കുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന വിപണികളിലൊന്നാണ് ഇന്ത്യ. എണ്ണമറ്റ മോഡലുകൾ ഇന്ന് വിപണിയിൽ വിൽപ്പനയ്ക്കെത്തുന്നുണ്ട്. എന്നാൽ 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ഇതായിരുന്നില്ല ചിത്രം. വിരലിൽ എണ്ണാവുന്ന മോഡലുകൾ മാത്രമായിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്നത്. 80-90കളിലെ ബൈക്കുകളിലും സ്കൂട്ടറുകളിലും ഇന്ത്യൻ മനസ്സുകളിൽ ആഴത്തിൽ പതിയാൻ കാരണം ഇതാണ്. കാലചക്രത്തിന്റെ കറക്കത്തിൽ വിപണിയിൽ സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും രാജകീയ പ്രൗഢിയൊട്ടും ചോരാതെ നിരത്തിൽ ഇന്നും കുതിക്കുകയാണ് ഇവരിൽ ചിലർ. ഇന്ത്യൻ വിപണിയിൽ തിരിച്ചെത്തണമെന്ന് വാഹന പ്രേമികൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന 5 വിന്റേജ് ബൈക്കുകൾ. രാജ്ദൂത്. ഇന്ത്യ എക്കാലത്തുമായി കണ്ട ഐതിഹാസിക ബൈക്ക്. ഒരു കാലത്ത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകളോളം പ്രചാരമുണ്ടായിരുന്ന രാജ്ദൂതിന് ഇന്ത്യൻ ബൈക്ക് സങ്കല്പങ്ങൾക്ക് ചിറക് നൽകിയത് രാജ്ദൂത് ആണെന്ന് നിസ്സംശയം പറയാം. 1977 മുതൽ യൂറോപ്യൻ യമഹ RD350 അണിനിരന്നെങ്കിലും വർഷങ്ങൾ പിന്നെയും ഒരുപാടെടുത്ത് RD350 അഥവാ രാജ്ദൂത് 350 ഇന്ത്യയിലെത്താൻ. 1983 മുതൽ 1989 വരെ മാത്രമേ ബൈക്ക് ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്തിയുള്ളൂ. വന്ന കാലത്ത് ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് അണിനിരുന്ന ഏറ്റവും വേഗതയേറിയ ബൈക്കായിരുന്നു രാജ്ദൂത്. ഉയർന്ന വില, കുറഞ്ഞ ഇന്ധനക്ഷമത, സ്പെയർ പാർട്സുകളുടെ ലഭ്യതക്കുറവ് എന്നിവയെല്ലാം രാജ്ദൂതിനെ വിപണിയിൽ വിനയായി. മൺമറഞ്ഞിട്ട് കാലങ്ങളായെങ്കിലും ഇന്നും പൊന്നും വില കൊടുത്ത് RD350 വാങ്ങാൻ ആരാധകർ തക്കം പാർത്തിരിക്കുകയാണ്. SD റോഡ് കിങ്. 60-70കളിൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ ഇന്ത്യയിൽ പിച്ചവെക്കുന്ന കാലത്ത് മുഴങ്ങിക്കേട്ട പേരാണിത്. ജാവ യുഗമെന്നാണ് ഈ കാലഘട്ടത്തെ ബൈക്ക് പ്രേമികൾ വിളിക്കാറ്. കമ്പനി ഇന്ത്യയിൽ പുറത്തിറക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രചാരം കൈയടക്കിയ മോഡലാണ് SD റോഡ് കിങ്. 250cc 2 സ്ട്രോക്ക് എഞ്ചിനുമായി നിരത്തു വിറപ്പിച്ച SD റോഡ് കിങ് റേസ് ട്രക്കുകളിലെ സജീവ സാന്നിധ്യമായിരുന്നു. ഇരട്ട എക്സോസ്റ്റുകളാണ് ബൈക്കിലെ മുഖ്യ ആകർഷണം. 1978 മുതലാണ് വിപണിയിൽ SD റോഡ് കിങ് വന്നു തുടങ്ങിയത്. 1996 കൂടുതൽ മികവും തികവും മൈലേജുമുള്ള ജാപ്പനീസ് ബൈക്കുകളുടെ അതിപ്രസരം മൂലം റോഡ് കിങ്ങിനെ നിർത്താൻ കമ്പനി നിർബന്ധിതരാവുകയായിരുന്നു. യമഹ RX100 കാലങ്ങൾക്ക് മുമ്പേ ഇന്ത്യൻ നിരത്തിൽ സൂപ്പർ ഹിറ്റായ ബൈക്ക്. ക്യാമ്പസുകളുടെ ലഹരി, 80-90കളുടെ ആവേശം. യമഹയുടെ ഏറ്റവും ജനപ്രീതി ആർജിച്ച ബൈക്കാണ് RX100. ഇരമ്പി ആർക്കുന്ന ശബ്ദവും പൊട്ടിത്തെറിച്ചുള്ള കുതിപ്പും ബൈക്ക് പ്രേമികളുടെ മനസ്സിലെ അണയാത്ത ഓർമ്മകളാണ്. RD350യുടെ പിൻഗാമിയായാണ് RX100 വിപണിയിൽ വന്നത്. കുറഞ്ഞ വില, ഭേദപ്പെട്ട മൈലേജ്, സ്പെയർ പാർട്സുകളുടെ ധാരാളിത്തം. രാജ്ദൂതിലേറ്റ പരാജയം RX100ലൂടെ യമഹ തിരുത്തുകയായിരുന്നു. 1985 മുതൽ 1996 വരെയാണ് യമഹ RX100 വിപണിയിൽ സർവ്വപ്രതാപത്തോടെ ജീവിച്ചത്. മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ ഇന്ത്യയിൽ കർശനമായതോടെ 2 സ്ട്രോക്ക് എഞ്ചിനുള്ള RX100നെ നിർത്താൻ യമഹ നിർബന്ധിതരായി. അങ്ങനെ 1996 മാർച്ചിൽ RX100 യുഗം വിപണിയിൽ അവസാനിച്ചു. ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച 100cc ബൈക്കാണ് യമഹ RX100. ബജാജ് ചേതക്. 80-90കളിൽ ഇന്ത്യൻ നിരത്തുകൾ അടക്കിവാണ ഇരുചക്ര രാജകുമാരൻ, ഇടത്തരക്കാരന്റെ സ്വപ്നവാഹനം. ഇടം കൈയിൽ ഗിയറിട്ട് ഓടിക്കുന്ന ചേതക് സ്കൂട്ടറിനെ ഹമാര ബജാജ് എന്ന മുദ്രാവാക്യത്തിലാണ് രാജ്യം നെഞ്ചിലേറ്റിയത്. എന്നാൽ ജാപ്പനീസ് സാങ്കേതിക വിദ്യയിൽ കൂടുതൽ മൈലേജും കരുത്തുമേകുന്ന പുതുതലമുറ ബൈക്കുകൾ കളം നിറഞ്ഞതോടെ ബജാജ് ചേതകിന് പിൻവാങ്ങേണ്ടി വന്നു. വെസ്പ സ്പ്രിന്റ് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തി ഒരുങ്ങിയ ബജാജ് ചേതക് 1972ലാണ് ഇന്ത്യയിൽ ആദ്യമായി വന്നത്. പിന്നീട് 80കളിൽ 2 സ്ട്രോക്ക് ചേതകിനെ കമ്പനി പരിഷ്കരിച്ചു. 2006ലാണ് ചേതകിന്റെ അവസാന പ്രതി വിപണിയിൽ എത്തിയത്. LML വെസ്പ. 1971ൽ ബജാജുമായുള്ള കൂട്ടുകെട്ട് പിരിഞ്ഞതോടെ ഇനി എന്ത് എന്നതിനെക്കുറിച്ച് ഇറ്റാലിയൻ നിർമ്മാതാക്കളായ പിയാജിയോ ചിന്തിച്ചു. നീണ്ടകാല ചർച്ചകൾക്കും പദ്ധതികൾക്കും ഒടുവിൽ ലോഹ്യ മെഷീനറി ലിമിറ്റഡുമായി കൈകോർക്കാൻ 1983ൽ പിയാജിയോ തീരുമാനിച്ചു. രണ്ടാം വരവിൽ ബജാജ് ചേതകിനുള്ള മറുപടിയുമായാണ് കമ്പനി അണിനിരുന്നത്. ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ബജാജ് ചേതകിനോളം പ്രചാരം LML വെസ്പയും നേടി. 1999ൽ LMLും പിയാജിയും വേർപിരിഞ്ഞുവെങ്കിലും NV, സെലക്ട് 2 തുടങ്ങിയ മോഡലുകളെ LML നിരയിൽ തുടർന്നു അണിനിരന്നു. 2 സ്ട്രോക്ക് വാഹനങ്ങൾക്കിടയിൽ ഒരിക്കലും വിട്ടുകളയാൻ കഴിയാത്ത പേരാണ് LML വെസ്പ.